ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാനൊരു വയനാട്ടുകാരനാണ്. വയനാട്ടിലിപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ തരുന്നതിൻ്റെ വിശ്വാസ്യത. ഓക്കെ, കുറേ പേർക്ക് വിശ്വാസമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നതിൽ ഇപ്പോൾ അഖിൽമാരാർ പറയുന്നു, അഖിൽമാരാർക്ക് വിശ്വാസമില്ല, അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ദുരന്തം നടക്കുന്നതിന് മുൻപേ ഇതറിയായിരുന്നല്ലോ. അന്ന് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടില്ല? അന്ന് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല? പോട്ടെ, ഇപ്പം ദുരിതം നടന്നപ്പോൾ ഇപ്പം മിണ്ടാതിരുന്നു. നിങ്ങൾ സഹായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഈ ദുരന്തത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കോലാഹലം എല്ലാം അടങ്ങുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, അല്ല 20 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോ പൊക്കിക്കൊണ്ട് വരാം. ഈ പൈസയൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കറക്റ്റ് ദുരിതം നടന്ന് 3-ൻ്റെ അന്ന് ഇതുപോലൊരു വലിയ പ്രശ്നമായിട്ടും ചർച്ചയായിട്ടും കൊണ്ടുവന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ടാക്കുകയും സഹായിക്കാൻ പോകുന്നവരെ സഹായിക്കാതിരിക്കുന്ന രീതിയിലേക്ക് ആക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത് സീക്രട്ട് ഏജൻറ്റും വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. നേരിട്ട് സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ, അവർക്കെന്താ സഹായിച്ചുകൂടെയെന്ന്. ഓക്കെ, ഗവൺമെൻറ് അങ്ങ് മാറി നിൽക്കാം, നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കുക. അഖിൽമാരാർ 3 വീട്, സീക്രട്ട് ഏജൻറ്റ് 3 വീട്, വേറൊരാൾ 10 വീട്, വേറൊരാൾ 20 വീട്. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ കൊടുത്തു. ബാക്കി കിട്ടാത്തവർക്ക് ആര് വീട് കൊടുക്കും? ഇനി നിങ്ങൾ 10, 3, 4 വീടൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വീടുകൾ കൊടുക്കുമ്പം ഇവരെ ഗവൺമെൻറ് മാറ്റി നിർത്തിയിട്ടാണോ വീട് വെക്കുന്നത്? അങ്ങനെയല്ല, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കണക്കെടുത്തതിന് ശേഷം എല്ലാവർക്കും തുല്യമായിട്ടാണ് ഇത് വീതിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഈ ഒരു ദുരന്തം സംഭവിച്ച് ഈ ഒരു ചൂടുള്ള സമയത്ത് മാത്രമേ ആൾക്കാർ ഈ ഫണ്ട് ചെയ്യലും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അർജുൻ്റെ വിഷയം ഉണ്ടായി. എന്തായിരുന്നു? കേരളത്തിലും ന്യൂസിലും എല്ലാത്തിലും അത് തന്നെയായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ ഈ ദുരന്തം വന്നു, വയനാട്ടിൽ ദുരന്തം വന്നു. എന്താ സംഭവിച്ചത്? അർജുൻ്റെ വിഷയം വിട്ടു, ചാനലിൽ എവിടെയില്ല. ആരോ 1-2 എടുത്തങ്ങാണ്ട് ചെറിയ രീതിയിൽ എന്താണെന്നൊക്കെ സംസാരിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് എല്ലാവരും മറന്നതല്ല. പുതിയത് വന്നപ്പോൾ പുതിയതിൻ്റെ പുറകെ പോയി. അതുപോലെ തന്നെ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും സഹായിച്ചു. ആ സഹായം കിട്ടുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് 10 ദിവസം കഴിഞ്ഞ് അഖിൽമാരാർ പറഞ്ഞത് ശരിയല്ല, പൈസ വിനിയോഗിച്ചത് ഇന്ന രീതിയിലാണ്, കറക്റ്റ് വ്യക്തമായ രേഖകളും കാര്യങ്ങളും എല്ലാം തെളിവ് സഹിതം നിരത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ്, സത്യസന്ധമാണ് എന്ന് തെളിഞ്ഞാൽ ഈ അഖിൽമാരാർ ഈ സമയത്ത് പറഞ്ഞിട്ട് കിട്ടാതെ പോയ പൈസയെല്ലാം അഖിൽമാരാർ കൊടുക്കുമോ? ഇല്ല, അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യുന്ന BJP കൊടുക്കുമോ? BJP പ്രവർത്തകർ കൊടുക്കുമോ? BJP പ്രവർത്തകരാണല്ലോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുമോ? ആരെങ്കിലും കൊടുക്കുമോ? എന്തിനാണ് വെറുതെ മറ്റുള്ളവൻ്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ നിൽക്കുന്നത്? അഖിൽമാരാർക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള ആളല്ലേ. വേണമെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിനക്കതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ. അതൊന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ മുതലെടുപ്പ് ഉണ്ടാക്കണം. ഇതിൻ്റെ ഇടയിൽ അതുകൊണ്ട് നല്ല ഒന്നും കൂടെ ഞാനാണെല്ലാം ആ ഒരു ചിന്ത. നിനക്കിപ്പോൾ പൈസയൊന്നും ആവശ്യമില്ല. അഖിൽമാരാർക്ക് ഇപ്പോൾ പൈസ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അഖിൽമാരാരുടെ ഉദ്ദേശം എൻ്റെ ഇതിന് മുഖ്യമന്ത്രി റിപ്ലൈ തന്നു, ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് ആദ്യം മാറ്റി നിർത്തും. ചിലപ്പം എനിക്ക് വിശ്വാസമുള്ള പോലെ വിശ്വസിക്കാതിരിക്കാനുള്ള ഇത് നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് പറയേണ്ട സമയം ഇതല്ല, ഈ സമയത്തല്ല പറയേണ്ടത്. നിനക്കിതിന് മുന്നേ വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ. കഴിഞ്ഞ പ്രളയത്തിൽ നടന്നപ്പം കിട്ടിയ ഫണ്ട് എവിടെ പോയി, അതെന്ത് ചെയ്തു, നിനക്ക് വീഡിയോ ഇടായിരുന്നല്ലോ. നിനക്കിതിനൊരു പ്രതികരിക്കാമായിരുന്നല്ലോ. ഇതേപോലെ പ്രശ്നം നിനക്ക് പൊക്കിക്കൊണ്ട് വരാമായിരുന്നല്ലോ. എന്തിന് നീ വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായിട്ട് ആൾക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതും അതർ സ്റ്റേറ്റിൽ നിന്ന് വരെ നമുക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ സംശയമുണ്ടാക്കി എന്തുകൊണ്ട് നീ ഇത് കുളവാക്കാൻ നോക്കുന്നു? നല്ലൊരാളാണെങ്കിൽ നീ ഇപ്പം മിണ്ടാതിരുന്നിട്ട് നീ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് എത്ര ഫണ്ട് കിട്ടിയ ഫണ്ടെല്ലാം എന്ത് ചെയ്തു, ഇതിന് മുന്നത്തെ ഫണ്ട് എന്ത് ചെയ്തു, നീ ചോദിക്കുകയെ. അന്നേരം ആൾക്കാർ ഉത്തരം പറയുമോ പറയാതിരിക്കുമോ, എന്ത് വെള്ളം ചെയ്തോട്ടെ. പക്ഷേ ഈ ഒരു സമയത്ത് ഈ കാണിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ തന്തയില്ലായ്മയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു വയനാട്ടുകാരനും കൂടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു ചൂട് ആൾക്കാർക്കും മീഡിയയ്ക്കൊന്നും അധികകാലം ഉണ്ടാവില്ല. 10 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം എല്ലാവരും മറക്കും, പുതിയ വിഷയത്തിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞിട്ട് അഖിൽമാരാർ പറഞ്ഞത് തെറ്റായിരുന്നു എന്നും
ഫണ്ടുകൾ കറക്റ്റാണ് വിനിയോഗിച്ചിരുന്നതെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്നേരമൊന്നും ആരും ഫണ്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ആ ഒരു എല്ലാവരുടെയും വിഷമവും കാര്യങ്ങളൊക്കെ അന്നേരം അങ്ങ് പോകും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എന്തിനാണ് വെറുതെ? നിനക്കൊക്കെ ജീവിക്കാൻ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. അല്ലാതെ നീയൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു 3 വീട് നീ വെച്ച് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ വീടും കാര്യങ്ങളും ചിലവും എല്ലാം നീ നോക്കുമോ? ഇല്ലല്ലോ. ഒരു 3 വീട് നീ അങ്ങ് വെച്ച് കൊടുക്കാം. നീ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നീ നേരെ പോയി വീട് വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അതിന് ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൂടി തന്നെ വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് ആകുമ്പം 100 പേർക്ക് 100 പേർക്കാണ് സഹായം വേണമെങ്കിൽ 100 പേർക്ക് കറക്റ്റായിട്ട് എത്തും. അതിൽ 3 പേർക്ക് നീ കൊടുത്തു, 2 പേർക്ക് സേവാഭാരതി വെച്ച് കൊടുത്തു, 2 പേർക്ക് DYFI വെച്ച് കൊടുത്തു, മറ്റത് വെച്ച് കൊടുത്തു. ഇതെന്താ? അങ്ങനെ നടക്കാൻ കഴിയുന്ന കാര്യമാണോ? എത്ര പേർക്കുണ്ട്? ഗവൺമെൻറ് വഴി തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടും സുതാര്യമായിട്ടും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് നേരിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നേരിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്നത്? ഈ ഡയലോഗ് അടിക്കുന്ന ഒരുത്തനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സമയത്ത് ഒന്നും മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രശ്നം ഉന്നയിച്ചോളൂ. എന്താ വരുന്നതെന്ന് വെച്ചാൽ അന്നേരം സംസാരിച്ച് ക്ലിയർ ചെയ്യേ. ഈ സമയത്ത് കിട്ടുന്ന സഹായം ഇല്ലാതാക്കരുത്. നിങ്ങൾക്കൊക്കെ ഇത് ചുമ്മാ ഒരു ടൈം പാസും കാര്യങ്ങളുമായിരിക്കും. ഞാനിത് പറയാൻ കാരണം ഞാനൊരു വയനാടുകാരനായതുകൊണ്ടും കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.